അമേരിക്കയിലെ JFK എയർപോർട്ടിലേക്ക് വൃദ്ധയായൊരു സ്ത്രീ വന്നിറങ്ങുന്നു. അവരുടെ പാസ്പോർട്ട് പരിശോധിച്ച എയർപോർട്ട് അധികൃതർ ഒന്നടങ്കം ഞെട്ടിപ്പോവുകയാണ്. നമ്മുടെ ഈ ലോകത്തില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ടായിരുന്നു ആ സ്ത്രീയുടെ പക്കലുണ്ടായിരുന്നത്. ടൊറൻസ. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഇൻ്റർനെറ്റിൽ നിന്ന് വലിയ തോതിൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ സത്യാവസ്ഥകളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലു ഹിയർ. ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ, അതായത് ഒക്ടോബർ 8-ാം തീയതിയോട് കൂടിയിട്ടാണ് ഇൻ്റർനെറ്റിൽ ഈ ഒരു ന്യൂസിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ വലിയ തോതിൽ തന്നെ പ്രചരിക്കാൻ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ടിക്ടോക്കിലും പിന്നീട് എക്സിലും പിന്നീട് അങ്ങോട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഈ ഒരു വീഡിയോ വലിയ തോതിൽ തന്നെ പ്രചരിക്കാൻ ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപാടധികം ആളുകൾ ഈ വീഡിയോയെ റിയാക്ട് ചെയ്തിട്ടും മറ്റുമൊക്കെ രംഗത്തേക്ക് വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല ആളുകളും പല പല ഭാഷകളിലേക്ക് പോലും ഈ വീഡിയോയെ മാറ്റിയിട്ടുണ്ടായിരുന്നു. വലിയ തോതിൽ തന്നെ ഈ വീഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. നമുക്ക് ടിക്ടോക്കിലും വ്യത്യസ്ത സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ മില്യൺ കണക്കിന് വ്യൂസ് ആണ് ഈ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് വീഡിയോക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് ഈ ഒരു വീഡിയോയിലുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായ രീതിയിൽ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. അമേരിക്കയിലെ ജോൺ എഫ് കെന്നഡി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു സ്ത്രീ വന്നിറങ്ങുന്നു. ടോക്കിയോയിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത്. ബാക്കി എല്ലാ സാധാരണക്കാരായിട്ടുള്ള ടൂറിസ്റ്റുകളെ പോലെ തന്നെയാണ് അവരെയും ആദ്യഘട്ടങ്ങളിൽ കാണാൻ സാധിച്ചത്. പക്ഷേ ഇവരുടെ പാസ്പോർട്ട് പരിശോധിച്ചതോടുകൂടി കാര്യങ്ങൾ മുഴുവനും മാറി മറിയുകയാണ്. നമ്മുടെ ഈ ലോകത്തില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ടായിരുന്നു ഈ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്നത്. ടൊറൻസ എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര് വരുന്നത്. നമുക്കറിയാം, നമ്മുടെ ലോക ഭൂപടം പരിശോധിച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. ഇല്ലാത്തൊരു രാജ്യത്ത് നിന്നുള്ളൊരു പാസ്പോർട്ടുമായിട്ടാണ് ഈ സ്ത്രീ എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചൊരു കാര്യം, ഈ പാസ്പോർട്ട് ഫേക്ക് ആണോ അതോ റിയൽ ആണോ എന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഒരു കാരണവശാലും അവർക്കിത് ഫേക്ക് ആണ് എന്ന് കണ്ടെത്താൻ കഴിയാത്ത രൂപേണയായിരുന്നു ആ പാസ്പോർട്ട് ഉണ്ടായിരുന്നത്. ആ പാസ്പോർട്ടിനകത്ത് ബയോമെട്രിക് ചിപ്പ് ഉണ്ടായിരുന്നു, ഹോളോഗ്രാം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ എയർപോർട്ട് ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പാസ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്ന വ്യത്യസ്ത രാജ്യങ്ങളുടെ സീലുകളായിരുന്നു. ഈ സീലുകൾ അല്ലെങ്കിൽ ഈ സീൽ ചെയ്ത രാജ്യങ്ങളുടെ പേരുകൾ പരിശോധിച്ച് നോക്കുമ്പോഴും ഇന്നേ വരെ നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വ്യത്യസ്ത രാജ്യങ്ങളുടെ സീലുകളാണ് ഈ പാസ്പോർട്ടിനകത്ത് സീൽ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അതിനകത്തുണ്ടായിരുന്നത്. അന്നേ ദിവസം ആ എയർപോർട്ടിലെ ഓരോ ഉദ്യോഗസ്ഥരെയും അതിശയപ്പെടുത്തി അത്ഭുതപ്പെടുത്തിയ ഒരു ഇൻസിഡൻറ്റ് തന്നെയായിരുന്നു ഇത്. ബാക്കിയുള്ള ആ വിറ്റ്നസ്സുകൾ പറയുന്നത് മറ്റെല്ലാ സാധാരണക്കാരായിട്ടുള്ള ടൂറിസ്റ്റുകളെയും പോലെ തന്നെയാണ് ഈ സ്ത്രീയെയും, ഒരു 80-70 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഈ സ്ത്രീയെയും കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യമാണ്. പക്ഷേ അധികൃതർ ടൊറൻസ എന്ന് പറയുന്ന ഒരു രാജ്യമില്ലല്ലോ എന്ന കാര്യങ്ങൾ ഈ സ്ത്രീയോട് ഉന്നയിക്കുന്ന അവസരത്തിൽ ഇവരും ആകെ കൂടെ ഷോക്കായി പോവുകയാണ്. അതിനുശേഷം ഇവർ പതിയെ പറഞ്ഞൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വേൾഡിലല്ല എന്നതായിരുന്നു. പിന്നീട് അവർ ഫോൺ മേടിച്ചുകൊണ്ട് ഒരുപാടധികം ആളുകളെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്കതിന് കഴിയാതെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കോളുകളൊന്നും തന്നെ കണക്റ്റ് ആകുന്നില്ല. മാത്രമല്ല, ഇത് അമേരിക്കയാണോ എന്ന് അവിടെയുള്ള ചില ആളുകളോട് ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട്. അവർ അതേ എന്ന് മറുപടി പറയുമ്പോൾ ഈ വൃദ്ധയായ സ്ത്രീ ആകെ കൂടെ ഞെട്ടലോടുകൂടി നിൽക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അധികൃതർക്ക് ഇവരെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അതോടുകൂടിയിട്ട് ഇവരൊരു സെക്യൂരിറ്റി റൂമിലേക്ക് മാറ്റുകയാണ്. ആ റൂമിനകത്താണെങ്കിൽ സർവൈലൻസ് ഉണ്ട്, CCTV ക്യാമറയും മറ്റുമൊക്കെ ഉണ്ട്. മണിക്കൂറുകളോളം കാര്യമായ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ ആ സ്ത്രീ അവിടെ തുടരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് വെച്ചുകൊണ്ട് ഈ സ്ത്രീയെ കാണാതാവുകയാണ്. CCTV ഫുട്ടേജ് മറ്റൊക്കെ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ ഒരു പഴയ പൊട്ടിയ TV സ്ക്രീനിലെ ഗ്ലിച്ച് പോലെ ഈ സ്ത്രീ മാഞ്ഞു പോകുന്ന വിഷ്വൽസ് ആയിരുന്നു അവർക്ക് അതിൽ നിന്ന് കാണാൻ സാധിച്ചത്, അധികൃതർക്ക് കണ്ടെടുക്കാൻ സാധിച്ചത്. തീർത്തും ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഫുട്ടേജിൽ, ഈ ഒരു റിപ്പോർട്ടിങ്ങിൽ പറയുന്നത് മറ്റേതെങ്കിലും ഒരു ഡയമെൻഷനിൽ നിന്നും വഴിതെറ്റി നമ്മുടെ വേൾഡിലേക്ക് എത്തിയിട്ടുള്ള ഒരു സ്ത്രീയാണോ ഇത് എന്ന ചോദ്യമായിരുന്നു. തീർച്ചയായിട്ടും കാണുന്ന ഓരോരുത്തരും, കേൾക്കുന്ന ഓരോരുത്തരും അത്ഭുതത്തോടു കൂടി തന്നെ ഉറ്റുനോക്കുന്ന ഒരു വീഡിയോ ആയിട്ട്, ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് ആയിട്ട് ഇത് മാറി വന്നതിൻ്റെ പുറകിലെ കാരണവും തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും എല്ലാവരും ഒരുപോലെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും AI വെച്ച് നിർമ്മിച്ചതാണോ എന്ന് നോക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. കംപ്ലീറ്റ്ലി ഇതൊരു AI വീഡിയോ അല്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഈ സ്ത്രീ റിയൽ ആണോ അല്ലേ എന്ന് നോക്കുമ്പോൾ
ഈ സ്ത്രീ റിയൽ ആണ് എന്നൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് മുൻപ് ഇതിലേക്കൊക്കെ തന്നെയും നയിക്കാൻ കാരണമായിട്ടുള്ള ഇതിന് മുൻപേ നടന്നിട്ടുള്ള 2 ഇൻസിഡൻറ്റുകളെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംഭവം നടക്കുന്നത് 1954 അന്ന് ടോക്കിയോയിലെ എയർപോർട്ടിലേക്ക് വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിറങ്ങുന്നു. അയാളുടെ പാസ്പോർട്ട് പരിശോധിച്ചപ്പോഴും ഇതുപോലൊരു കാര്യം തന്നെയാണ് അവിടെയും സംഭവിച്ചത്. നമ്മുടെ ഈ ലോകത്തില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ടാണ് ആ മനുഷ്യൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ടോറഡ് എന്നായിരുന്നു ആ രാജ്യത്തിൻ്റെ പേര്. ഈ രാജ്യം ഏതാണ് എന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ച അവസരത്തിൽ ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും ഇടയിലാണ് ഈ രാജ്യം എന്ന രീതിയിലാണ് ആ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആ മനുഷ്യൻ വിശദീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ അവിടെയും അധികൃതർ വലിയ രീതിയിൽ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. അതോടുകൂടിയിട്ട് തന്നെ ഇയാളെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഹോട്ടൽ മുറിയിൽ അന്നേ ദിവസം എയർപോർട്ട് അധികൃതർ താമസിപ്പിക്കുകയാണ്. എന്നാൽ അവിടെ നിന്നും ഈ വ്യക്തി മാഞ്ഞു പോയിട്ടുള്ളതായിട്ടാണ്, അപ്രത്യക്ഷമായിട്ടുള്ളതായിട്ടാണ് ഈ കാര്യങ്ങളുള്ളത്. പക്ഷേ ഈ ഒരു വാർത്തയുടെയും പിന്നാമ്പുറം അന്വേഷിച്ച് നമ്മൾ പോകുന്ന അവസരത്തിൽ ഇതും ഒരു കെട്ടുകഥയാണ് എന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു അടിസ്ഥാനമുണ്ട്. 1959 നടന്നിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ കഥയ്ക്ക് പ്രധാനമായിട്ടും പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ജോൺ അലൻ കുച്ചർ സെഗ്രസ് എന്ന പേരുള്ള ഒരു കോൺ ആർട്ടിസ്റ്റ് ഒരു ഫേക്ക് പാസ്പോർട്ടുമായിട്ട് ജപ്പാനിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്ന രാജ്യത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ഈ ടൊറഡ് ആയിരുന്നു. അതുപോലെ തന്നെ ടമാൻഡ്രസ്റ്റ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ടൊക്കെ വെച്ചിട്ട് ഇയാൾ ഇത്തരത്തിൽ ജപ്പാനിലേക്ക് അനധികൃതമായിട്ട് കയറി പറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എയർപോർട്ട് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള രീതിയിൽ അയാളുടെ പാസ്പോർട്ടും മറ്റു ഡീറ്റെയിൽസും ഒക്കെ പരിശോധിച്ചപ്പോൾ ഒന്നാമതായിട്ട് ഇങ്ങനൊരു രാജ്യമില്ല എന്നുള്ള കാര്യം അധികൃതർക്ക് മനസ്സിലാകുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇത് ഇയാൾ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സ് ആണ്, പാസ്പോർട്ടാണ് എന്ന കാര്യം അധികൃതർക്ക് മനസ്സിലാകുന്നുണ്ട്. അതോടുകൂടിയിട്ട് തന്നെ ഈ ജോണിനെ അന്ന് അറസ്റ്റ് ചെയ്യുകയും 1 വർഷത്തോളം ഇയാളെ ജയിലിൽ അടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ഇൻസിഡന്റ്. ഇതിൽ നിന്നാണ് പിന്നീട് 1954 നടന്നതാണ് എന്ന പേരിലുള്ള ഒരു കഥ പ്രധാനമായിട്ടും പ്രചരിക്കുന്നത്. അവിടെയും ടൊറഡ് എന്ന് പറയുന്ന രാജ്യം തന്നെയാണ് എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഒരു മോഡേൺ വേർഷൻ എന്നോണമാണ് ടൊറൻസ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നുള്ള ഈ സ്ത്രീയുടെ വീഡിയോയും മറ്റുമൊക്കെ വലിയ തോതിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇനി കൃത്യമായ രീതിയിൽ നമുക്ക് ഈ ഒരു വീഡിയോയെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഏറെക്കുറെ റിയൽ എന്ന് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫൂട്ടേജുകൾ മുഴുവനും ഉള്ളത്. എന്നാൽ ഇതിൻ്റെ വോയിസ് ഓവർ നമ്മളൊന്ന് സൂക്ഷ്മം നിരീക്ഷിക്കുകയാണെങ്കിൽ അത് AI വെച്ച് നിർമ്മിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു വരുമ്പോൾ ഇതിലുള്ള ഫൂട്ടേജുകൾ റിയൽ ആണ്, അതൊരിക്കലും AI വെച്ച് നിർമ്മിച്ചിട്ടുള്ളതല്ല. ഈ ഫൂട്ടേജുകൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന കാര്യം പരിശോധിക്കുകയാണെങ്കിൽ 2000-കളിൽ AND എന്ന് പറയുന്ന ചാനലിൽ എയർ ചെയ്തിട്ടുണ്ടായിരുന്ന എയർലൈൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. എയർപോർട്ടിനകത്ത് ഒരുപാടധികം ആളുകൾ വരുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് എയർപോർട്ട് ഉദ്യോഗസ്ഥർ മാനേജ് ചെയ്യുന്നത് എന്നൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെൻ്ററിയാണത്. ആ ഡോക്യുമെൻ്ററിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോയിലുള്ള ഒരുപാടധികം ഭാഗങ്ങൾ. മാത്രവുമല്ല, ഇനി ഈ സ്ത്രീ ആരാണ്, ഇവർ റിയൽ ആണോ എന്ന കാര്യം പരിശോധിച്ച് നോക്കുമ്പോൾ ഇവർ യഥാർത്ഥത്തിലുള്ളൊരു സ്ത്രീ തന്നെയാണ്. ബാൽട്ടിമോറിൽ നിന്നും എത്തിയിട്ടുള്ള ഇംഗ്ലീഷ് അറിയാത്തൊരു സ്ത്രീയാണ് ഇവർ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മേ ബി അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെയും എയർപോർട്ട് അധികൃതർ ചെയ്ത് നൽകിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു വീഡിയോയിലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ക്ലിപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള കുറച്ചധികം ഫൂട്ടേജുകളും ഒരു സ്റ്റോറിയും പ്ലസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്തിട്ടുള്ള വോയിസ് ഓവറും എല്ലാം കൂടി ചേർത്ത് വെച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വൈറൽ വീഡിയോ ജനിച്ചിട്ടുള്ളത്. പക്ഷേ എന്തോ ആളുകൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും സത്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് വലിയ തോതിൽ ഇതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും ഈ വീഡിയോ കുറിച്ച് കൂടുതലായിട്ട് നോക്കാൻ കാരണമായത് ചില ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് ഇത് റിയൽ ആണോ എന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ഇതിനുള്ളൊരു മറുപടി ലഭിച്ചു കാണും വിചാരിക്കുന്നു. ഇനി ആരാണ് ഇത്തരത്തിൽ ഈ കുതന്ത്രം നിറഞ്ഞിട്ടുള്ള വീഡിയോയുടെ പുറകിൽ എന്ന് പരിശോധിച്ച് ഞാൻ എത്തിച്ചേർന്നത് ഏറ്റവും അവസാനം ഈ ഒരു ടിക്ടോക്ക് പേജിലേക്കാണ്. ഇതേ സെയിം ടെംപ്ലേറ്റ് വെച്ചിട്ട് ഒട്ടനവധി വീഡിയോകൾ ഇവർ ചെയ്തിട്ടുള്ളതായിട്ടും അതിലൂടെ ഒരുപാടധികം വീഡിയോകൾ ഇവർക്ക് ഒരുപാടധികം വ്യൂസ് ഇവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മുഖമോ പേരോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പേജാണ്, ഒരു ടിക്ടോക്ക് പേജാണിത് എന്നതാണ്.
ഇത് കാര്യമായിട്ട് ഇതിൻ്റെ ഫാക്ട് ചെക്ക് ഒന്നും ചെയ്യാതെ ജനങ്ങളൊക്കെ തന്നെയും ചാടി ഇറങ്ങി വലിയ തോതിൽ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എല്ലാവരിലേക്കും ഒരുപോലെ എത്തിയത്. ഒരുപാടധികം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഫുട്ടേജ് കാണുമ്പോൾ അത് ഒറിജിനലായിട്ടും തോന്നുന്നുണ്ട്, പക്ഷേ AI ആണോ അല്ലേ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, കുറേ കൺഫ്യൂഷൻസ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക്. ഇനി എങ്ങനെ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും മനസ്സിലാക്കി എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, ഞാൻ അതിനുവേണ്ടി ആകെക്കൂടെ ചെയ്തത് ഒരു AI ടൂൾ ഓപ്പൺ ചെയ്തു. ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് നൽകി കൃത്യമായ രീതിയിൽ ഇൻ്റർനെറ്റിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒട്ടനവധി സോഴ്സുകളിൽ നിന്ന് റിസർച്ച് ചെയ്തിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ നിങ്ങളോട് ഒരു ഫാക്ട് ചെക്ക് എന്നോണം നിങ്ങളോട് വിശദമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന മുൻപേ നടന്നിട്ടുള്ള 2 ഇൻസിഡൻസ് ഉണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങൾ വരെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഈ ഒരു റിസർച്ചിൽ അല്ലെങ്കിൽ ഈ റെസ്പോൺസിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിയാണ്, AI ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഉഡായ്പ വീഡിയോകൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ കൂടെയും നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് ഏതൊരു AI ടൂളിനെയും ഉപയോഗിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും മണ്ടത്തരങ്ങൾ നമ്മൾ പോയി വീഴാതിരിക്കാനും ഒക്കെ അത് നമ്മളെ വലിയ തോതിൽ തന്നെ സഹായിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എഡ്വ്യൂബ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി AI മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തന്നെ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ഏതൊരു AI ടൂളും അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എങ്ങനെ യൂസ് ചെയ്യാം എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു നൽകുക, നിങ്ങൾക്ക് പഠിപ്പിച്ച് നൽകുക എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായ രീതിയിൽ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഏതൊരു AI ടൂളിൽ നിന്ന് നമുക്ക് മറുപടി ലഭിക്കുകയുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ തന്നെയും നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഓൾറെഡി 4000-ലധികം വരുന്ന സ്റ്റുഡൻസ് നമ്മുടെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഫീഡ്ബാക്കാണ് എല്ലാവർക്കും ഒരുപോലെ തന്നെ പറയാനുള്ളത്. എന്തായാലും നമ്മൾ ഈ ഇൻസിഡൻസ് ഒക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊന്ന് പറഞ്ഞു വെച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് AI കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഏതായാലും താഴത്ത് നമ്മളൊരു ഫോമിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെയിൽസ് ടീം ഡയറക്റ്റ്ലി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് ഇത്തരം ഉഡായ്പകളൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് ഉഡായ്പാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് നമുക്ക് നോക്കി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലൊക്കെ AI ടൂളുകളെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കി വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. മാത്രമല്ല നമ്മുടെ ഫീൽഡിലൊക്കെ തന്നെയും AI നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനും ഒരുപാടധികം സമയം ലാഭിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ AI കാരണം ജോലി നഷ്ടപ്പെടുന്ന ഒരുപാടധികം ന്യൂസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾക്ക് സാധ്യതകൾ കൂടുന്നുണ്ട്. അറിയാത്ത ആളുകളുടെ ജോലി അറിയുന്ന ആളുകൾ അപഹരിക്കുകയാണ് ചെയ്യുന്നതെന്ന കാര്യമൊക്കെ കൃത്യമായ രീതിയിൽ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പം കൃത്യമായിട്ട് AI പഠിക്കാൻ ശ്രമിക്കുക. ഒന്നിൽ നമ്മുടെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡിഫറെൻറ്റ് സോഴ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് AI കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള വീഡിയോകളൊക്കെ സത്യമാണ് എന്ന് വിശ്വസിച്ച് മണ്ടന്മാരായിട്ട് നമ്മളും അങ്ങനെ തുടർന്ന് പോകേണ്ടി വരും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമോ അതിൻ്റെയാണ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണുന്നതെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റ് ഡയമെൻഷനിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ പാരലൽ വേൾഡിൽ നിന്ന് വന്നിട്ടുള്ള അതും അല്ലെങ്കിൽ ടൈം ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോഴ്സിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഏതായാലും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ ബൈ.